ഹർത്താലിനെതിരെ വ്യത്യസ്ത സമരപരിപാടികളുമായി കാഞ്ഞിരപ്പള്ളി രൂപത എസ്.എം.വൈ.എമ്മിൻ്റെ നേതൃത്വത്തിൽ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലെ KSRTC ബസ്സുകൾ കഴുകിക്കൊണ്ടായിരുന്നു വ്യത്യസ്തമായ സമരപരിപാടി ആവിഷ്കരിച്ചത്. കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഹർത്താലുകൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ, പൊതുമുതൽ നശിപ്പിക്കൽ എന്നിവയ്ക്ക് എതിരെ പൊതുമുതലായ KSRTC ബസ്സുകൾ വൃത്തിയാക്കിക്കൊണ്ടാണ് എസ്.എം.വൈ.എം പ്രവർത്തകർ വ്യത്യസ്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS രാജു നിർവഹിച്ചു. ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി മുൻകൈ എടുത്തുകൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പരിധിയിൽ വരുന്ന എസ്.എം.വൈ.എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഈ ഹർത്താൽ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് ജനത്തിനുണ്ടാകുന്നുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. പൊതുമുതൽ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കോടികളുടെ നഷ്ടങ്ങൾ പല രൂപത്തിലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരു ബോധവൽക്കരണം ഉണ്ടായിക്കൊണ്ട് ഇതിനൊരു മാറ്റം ഈ സമൂഹത്തിന് ഉണ്ടാകേണ്ട ആവശ്യമാണ്. അത് നമ്മുടെ പൊതുനന്മയ്ക്കും പൊതുസമൂഹത്തിനും ഒക്കെ പ്രയോജനമായ ഒന്നാണ് എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ചടങ്ങിൽ രൂപത എസ്.എം.വൈ.എം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് കൊച്ചുപുരയ്ക്കൽ നേതൃത്വം നൽകി. കാഞ്ഞിരപ്പള്ളി രൂപത എസ്.എം.വൈ.എം പ്രസിഡന്റ് ജോമോൻ പൊടിപ്പാറ, ജനറൽ സെക്രട്ടറി സാനു പുന്നിക്കൽ, സിസ്റ്റർ ലിസി ആലഞ്ചേരി, ജിജി ജോർജ്, അബി മാത്യു, മിൻഡ ജേക്കബ്, അഞ്ജന ഫിലിപ്പ്, ടോണി ശ്രാമ്പിക്കൽ, ബ്രദർ എബിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എസ്.എം.വൈ.എമ്മിൻ്റെ നേതൃത്വത്തിൽ സമരപരിപാടിയുടെ ഭാഗമായി 6ഓളം KSRTC ബസ്സുകളാണ് പ്രവർത്തകർ കഴുകി വൃത്തിയാക്കിയത്.